ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജന് അടിയന്തര സ്ഥലം മാറ്റം. വിരമിക്കാൻ 5 മാസം മാത്രം ശേഷിക്കെയാണ് സ്ഥലം മാറ്റം. ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതല ഏറ്റെടുത്ത് 3 മാസം തികയും മുൻപാണ് നടപടി. പ്രതിഭ MLA മകനെതിരെ PK ജയരാജ് കേസെടുത്തിരുന്നു. സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങിയതെന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം. ശരത് SS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത് SS, ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം അതാണെങ്കിലും ഈ ട്രാൻസ്ഫർ വന്ന സമയം ഈ പറയുന്ന കനുവിനെതിരെ കേസെടുത്ത സമയമാണ്. ഈ PK ജയരാജിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടോ? നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നോ? എന്താണ് തോന്നുന്നത്? ചോദിച്ചു വാങ്ങിയ സ്ഥലം മാറ്റമാണോ അതോ അതല്ല കൊടുത്ത സ്ഥലം മാറ്റമാണോ ശരത്? അരുൺകുമാർ, നിലവിൽ ഇപ്പോൾ PK ജയരാജൻ ഇതുവരെ പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത്. അതായത് ഇതിലൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിഭ MLA മകനെ കഞ്ചാവ് കേസിൽ പിടികൂടുന്നത്. അതിനു പിന്നാലെയാണ് ഈ സ്ഥലം മാറ്റം വന്നത് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ തന്നെ നിരവധി പ്രശ്നങ്ങൾ, പരാതികൾ പാർട്ടി ആളുകളിൽ നിന്നൊക്കെ തന്നെ ഈ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചില വാർത്തകൾ വരുന്നത്. അതായത് ഈ ബിനാമി കള്ളുഷാപ്പുകൾക്കെതിരെയൊക്കെ തന്നെ കർശന നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥനാണ് PK ജയരാജൻ. ഒപ്പം അദ്ദേഹം ഇവിടെ ആലപ്പുഴയിൽ ചാർജ് എടുത്തിട്ട് 3 മാസമേ ആയിട്ടില്ല. ഈ 3 മാസത്തിനുള്ളിൽ തന്നെ നിരവധി പേരെ ലഹരി കേസുകളൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കർശനമായ നടപടി സ്വീകരിച്ചു വരുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ 3 മാസം തികയുന്നതിന് മുൻപ് തന്നെ സ്ഥലം മാറ്റം വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. വിരമിക്കാൻ 5 മാസം മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. അതായത് കൊല്ലം സ്വദേശിയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹം വിരമിക്കാൻ 5 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും മലപ്പുറത്തേക്ക് ഈ സ്ഥലം മാറ്റം വന്നിരിക്കുന്നത്. അതിന് ഈ പല കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ ബിനാമി കള്ളുഷാപ്പുകൾക്കെതിരെയൊക്കെ തന്നെ കർശന നടപടി എടുത്തത് പാർട്ടി നേതാക്കൾക്കൊക്കെ തന്നെ ചില എതിർപ്പുണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് മാറ്റിയത് എന്നുള്ളതാണ് ചില കാര്യങ്ങളും അത്തരം വാർത്തകളും വരുന്നത്. ഒപ്പം എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ കൂടിയാണ് ഈ മാറ്റം വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഓക്കെ, എല്ലാ മാറ്റവും എന്താണ് നമ്മൾ സാധാരണ പറയാറുണ്ട്, രോഗി കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറയാറുണ്ട്. അതുപോലെ ആയിരിക്കാം.